പ്രൈസ് ലോർഡ്. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2 ദിനവൃത്താന്തം 15:7. എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പിൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലമുണ്ടാവും. നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ ചില വാക്കുകൾ നമ്മളെ ബലപ്പെടുത്തുകയും അതേസമയം തന്നെ ചില സാഹചര്യങ്ങളിൽ ചില വാക്കുകൾ നമ്മളെ തളർത്തി കളയുകയും ചെയ്യും. നാം ഏത് സാഹചര്യത്തിലായിരുന്നാലും നമുക്ക് ആവശ്യമായിരിക്കുന്നത് നമ്മളെ ബലപ്പെടുത്തുന്ന വാക്കുകളാണ്. ലോകം തളർന്നവരെ വീണ്ടും വീണ്ടും തളർത്തി കളയുമ്പോൾ നാം മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ വചനം ഏതു സാഹചര്യത്തിലും തളർന്നവനെ ധൈര്യപ്പെടുത്തുന്നതും വീഴുന്നവനെ എഴുന്നേൽപ്പിക്കുന്നതുമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യെശയ്യാവ് 42:3, ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയില്ല, പുകയുന്ന തിരി കെടുത്തി കളയില്ല. ഇത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. പൈശാചിക മണ്ഡലം ദൈവിക വാഗ്ദത്തമുള്ളവനെ എപ്പോഴും തളർത്തിക്കളയുവാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, അത് വീരത്വത്തിൻ്റെ ആത്മാവല്ല, അത് ധൈര്യത്തിൻ്റെ ആത്മാവാണ്. അത് അവനെ ദൈവിക നിയോഗങ്ങളിലേക്ക് ബലത്തോടെ മുന്നോട്ട് നയിക്കുന്നു. നാം ഏലിയാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇസബേലീയമായ പൈശാചിക മണ്ഡലത്തിൻ്റെ ശബ്ദം കേട്ട് മരണത്തെ ആഗ്രഹിച്ച് ചൂരച്ചെടിയുടെ കീഴിൽ അവൻ കിടക്കുമ്പോൾ ദൈവം അവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ തൻ്റെ ദൂതനെ വിട്ട് അപ്പവും വെള്ളവും നൽകി ദൈവിക നിയോഗത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നത്, ദൈവിക നിയോഗത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ബലത്തോടെ ഓടിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ പ്രഭാതത്തിൽ ദൈവശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ മേലേക്കും നിങ്ങളുടെ വാഗ്ദത്തങ്ങൾക്കും ദൈവിക നിയോഗങ്ങൾക്കും വിരോധമായി നിൽക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങളെ പൂർത്തിയാക്കുന്ന ദൈവത്തിൻ്റെ വലിയ എൻകൗണ്ടറുകൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. ഇവൻ നമ്മുടെ ഉപനിധിയാണ്. അന്ത്യത്തോളം നമ്മളെ കാക്കുവാൻ ശക്തനാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ആത്മാവിൻ്റെ നിറവും വചനത്തിൻ്റെ വെളിപ്പെടുത്തലുകളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.